Hello friends, welcome back to my channel Keeper with Kavya. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ അടുക്കളയുടെ റീമോഡലിംഗ് ആണ് ചെയ്യാൻ പോണത്. ഒരു ഉഷാർ വീഡിയോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ടേണിംഗ് ടു ബ്ലാക്ക് ടു വൈറ്റിലോട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര ചേഞ്ചാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയായിരുന്നു. കാരണം ഇങ്ങനെ ഒരു വലിയ വീഡിയോ ഒക്കെ ചെയ്യണമെങ്കിൽ നല്ല എഡിറ്റ് ചെയ്യണം, ഇതിന് വോയിസ് ഓവറൊക്കെ കൊടുക്കണം. കുറേ നാൾ ദിവസങ്ങളായിട്ട് പിടിച്ചു വെച്ചിരുന്ന വീഡിയോകളാണ്, ക്ലിപ്പുകളാണ് നമ്മളിതിപ്പോൾ ചേർത്തൊക്കെ വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പോൾ അതാണ് എനിക്ക് ഇതൊരു വലിയ പടിയായിട്ടോ തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഇങ്ങനെ കുറേ ഷോർട്സൊക്കെ വീഡിയോ ആയിട്ട് ഇങ്ങനെ സൂചിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ പെട്ടെന്ന് ഈ വീഡിയോ എനിക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം എന്ന് കുറേ നാളത്തെ എൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വെയിറ്റ് ചെയ്തിരുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കീപ്പർ വിത്ത് കാവ്യ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ കിച്ചൺ റീമോഡലിംഗ് വീഡിയോ. ആദ്യത്തെ നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമ്മുടെ ക്യാബിനറ്റൊക്കെ നമുക്ക് മാറ്റേണ്ടി വരും. ഇതൊരു ഭയങ്കര പഴഞ്ച ലുക്കാണ് എന്നൊക്കെ തോന്നിയിട്ട്, പക്ഷെ നമ്മുടെ ക്യാബിനറ്റ്സിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ വീണ്ടും ഇങ്ങനെ ചിന്തിച്ച് വന്നപ്പോഴാണ് എന്തുകൊണ്ട് നമുക്കിതിൻ്റെ കളറൊക്കെ ഇങ്ങ് മാറ്റാം. എന്തായാലും ഈ ബ്ലാക്ക് നമ്മൾ ആദ്യമായിട്ട് വീട്ടിൽ വരുമ്പോൾ നമ്മൾ ഈ ആൾക്കാരെ വെച്ചിട്ട് ഇതേപോലെ പെയിൻറ്റ് ചെയ്തതാണ്. അപ്പോൾ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ്. നമുക്കിതെല്ലാം കൂടെ ഒരു പാക്കേജിൽ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയൊരു എമൗണ്ടും ആവത്തില്ല. ഐക്കയിലൊക്കെ നമ്മൾ ഈ ക്യാബിനറ്റ്സിനൊക്കെ മാത്രം ചോദിച്ചപ്പോൾ തന്നെ 50,000 നല്ല ബെസ്റ്റ് പ്രൈസാണ് പറഞ്ഞത്. പക്ഷേ എന്തോ മെഷർമെൻറ്റ്സ് ഒന്നും കറക്റ്റായിട്ട് ഓൺലൈൻ വഴിയൊക്കെ എടുക്കുന്നത് അത് നമുക്കത്ര നമുക്കതൊരു സൗകര്യമായിട്ട് തോന്നിയില്ല. ചില വീടുകളിലൊക്കെ അവർ പോയി കൺസൾട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ദൂരെയൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ല അവർ. അപ്പം അതങ്ങനെ പോയി. പിന്നെ ഹോം ഗുഡ്സിലോട്ട് പോയി ക്യാബിനറ്റ്സ് നോക്കി. അപ്പോൾ അത് 25,000 മുകളിലേക്ക് പറഞ്ഞു. അപ്പോൾ അതൊരു ഭയങ്കര ബഡ്ജറ്റായതുപോലെ തോന്നുന്നു. അപ്പോൾ നമുക്ക് വീടൊക്കെ മാറുകയാണെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടാകും. അങ്ങനെ വലിയതായിട്ട് അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവസാനം നമ്മൾ വിചാരിച്ചു ശരി, അതിൻ്റെയൊന്നും ആവശ്യമില്ല. കാരണം നമ്മുടെ ക്യാബിനറ്റിന് ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ചേഞ്ചിന് മാത്രം വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ പെയിൻറ്റ് ചെയ്യാം. ബ്ലാക്ക് പെയിൻറ്റ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. നേരത്തെ നമ്മൾ തന്നെയാണ് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു കളറിലോട്ട് ഇതൊക്കെ കളർ ചെയ്ത് എടുത്തുവിടുക എന്ന് വിചാരിച്ചിട്ട് ഇതിനൊരു ടീമിനെ അടുത്ത് പറഞ്ഞ് അവരിത് വന്ന് ഇതെല്ലാം നോക്കിയിട്ട് ഒരു ബഡ്ജറ്റിൽ അവർ ചെയ്തു തന്നതാണ്. പെയിൻറ്റിങ്ങിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം വന്നവർ ക്യാബിനറ്റ് എല്ലാം തുടച്ച് നന്നായിട്ട് നല്ലൊരു ക്ലീനർ, അത് ഞാൻ ഇടയ്ക്ക് ഇതിൽ കാണിക്കുന്നുണ്ട്. അത് വെച്ച് അവർ നന്നായിട്ട് ക്ലീൻ ചെയ്തു. അപ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ അഴിച്ചു, ഇത് എൻ്റെ ക്യാബിനറ്റ് തന്നെ ആയിരുന്നു ഒന്ന്, അത്രയ്ക്ക് അഴുക്കായിരുന്നു അല്ല കേട്ടോ. കറുപ്പായതുകൊണ്ട് അങ്ങനെ വലുതായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവർ വന്ന് പ്രൈമർ അടിച്ചിട്ട് നമ്മുടെ ഈ ഇതിൻ്റെ ഡോറിൻ്റെയൊക്കെ ഇതുണ്ടല്ലോ പിടി, അതെല്ലാം നമ്മൾ മാറ്റി പുതിയ പിടി മേടിച്ച് അത് ഹോം ഗുഡ്സിൽ നിന്ന് തന്നെ കിട്ടും. ഹോം ഗുഡ്സില്ല, ഹോം ഡിപ്പോയിൽ നിന്നാണ് മേടിച്ച്. ലോസിലൊക്കെ ഉണ്ട്, നമ്മൾ ഓരോന്ന് പെറക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ 2 മോഡലായിട്ടാണ് എടുത്തത് ഞാൻ. ഒരു ചെറിയൊരു ഉണ്ട പോലത്തതും പിന്നെ ഒരു നീണ്ട് പിടിയുള്ളതും, അങ്ങനത്തെ ഒരു പിടിയാണ് എടുത്തത് കേട്ടോ. പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ പ്രോസസ്സിൽ ആദ്യം പ്രൈമർ, പിന്നെ രണ്ടാമത് പെയിൻറ്റ് ചെയ്തു. പിറ്റേ ദിവസം വന്നിട്ട് പെയിൻറ്റ് ചെയ്തു. നമ്മുടെ വാളും വന്ന് പെയിൻറ്റ് ചെയ്തു തന്നു. പ്രൈമറും ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്തത് കേട്ടോ. പിന്നെ ഫ്ലോറ് നേരത്തെ വിനൈലിൻ്റെ ഷീറ്റായിരുന്നു. അത് കുറച്ച് ലോക്കലായി, അത് നമ്മൾ മാറ്റിയതല്ല, നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഓണേഴ്സ് തന്നെ ഉണ്ടായിരുന്നത് തന്നെയാണ്. അപ്പോൾ അത് കുറച്ച് നല്ല പോറിയൊക്കെ അങ്ങ് പോയായിരുന്നു. തുടച്ച് ഇങ്ങനെ ഇട്ടേക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അഴുക്കാവുകയും ചെയ്യും. അപ്പോൾ അത് മാറ്റണം എന്ന് കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓർത്ത് ഇപ്പോഴത്തെ ഒരു ചെറിയൊരു ട്രെൻഡ് അനുസരിച്ചിട്ട് വിനൈലിൻ്റെ തന്നെ ഇങ്ങനെ ടെയിൽ മോഡൽ, അത് വുഡിൻ്റെ മോഡലാണെങ്കിൽ വുഡിൻ്റെ മോഡൽ, അതെല്ലാം ടെയിൽസിൻ്റെ മോഡൽ, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ വിനൈലിൻ്റെ തന്നെ പോറാത്ത, ഇങ്ങനെ സ്ക്രാച്ചൊന്നും വീഴാത്ത ടൈപ്പ്, അതുപോലെ തന്നെ നമ്മുടെ വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകുന്ന ഒരെണ്ണം, ഞാൻ പേര് കറക്റ്റായിട്ട് മറന്നു കേട്ടോ. ഹോം ഗുഡ്സിൽ നിന്നാണ് മേടിച്ചത്. ഹോം ഗുഡ്സ് അല്ല, ഹോം ഡിപ്പോ എന്നാണ് മേടിച്ചത്. അതിങ്ങനെ ഒരു 10 കേസ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ എടുത്തതാണ് കേട്ടോ.
അപ്പോൾ അങ്ങനെ എടുത്തുകൊണ്ട് വന്ന് അങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്ത് ഫ്ലോറും ഫിനിഷ് ചെയ്ത് അവരൊരു 2 days കൊണ്ടുവന്ന് അത് ഫിനിഷ് ചെയ്ത് നമുക്ക് തന്നു. എന്നിട്ട് ഒരു കിച്ചൺ ഐലൻഡ് വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കിച്ചൺ ഐലൻഡ് മാത്രം ഇങ്ങനെ കിച്ചൺ ഐലൻഡ് എന്ന് പറഞ്ഞ് നമ്മൾ പലയിടത്തും നോക്കുമ്പോൾ നല്ല ഒരു $5000 പുറത്ത് അവർ പറയുന്നത് ഏത് ചോദിച്ചാൽ. അപ്പം നമ്മൾ ഓർത്ത് ശരി അങ്ങനെ കുറേ റിസർച്ച് ചെയ്തപ്പോഴത്തേക്കും ഇല്ല, ഇതേപോലെ ക്യാബിനറ്റുകൾ നമ്മുടെ കിച്ചൺ ക്യാബിനറ്റുകൾ ഇങ്ങനെ റെഡിമെയ്ഡായിട്ടും അൺഫിനിഷ്ഡ് ആയിട്ടും ഇപ്പം നമ്മുടെ ഇഷ്ടത്തിനുള്ള കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അങ്ങനത്തെ മോഡലുണ്ട്, അൺഫിനിഷ്ഡ് ആയിട്ടുള്ളതുണ്ട്. അതായത് ഓൾറെഡി ഫിക്സ്ഡ് ആണ്, കളർ നമ്മളൊന്ന് വേണമെങ്കിൽ നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ള വുഡിൻ്റെ കളറായിരിക്കും. ഫിനിഷ്ഡ് മേടിക്കുകയാണെങ്കിൽ ഈ ഒരു റെഡിമെയ്ഡ് പോലെ വൈറ്റ്, കാരണം നമ്മൾ ഓൾറെഡി വൈറ്റിലോട്ടാണല്ലോ ടേൺ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി കളർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരത്തില്ലല്ലോ. അപ്പോൾ ഓരോ ബോക്സും എനിക്ക് തോന്നുന്നൊരു 400 റേഞ്ച് 500 റേഞ്ച് എന്തോ ഉണ്ട്. അപ്പോൾ അത് ഇതേപോലെ മേടിച്ച് അതിൻ്റെ 2 ബോക്സ് മേടിച്ചു. അത് നല്ല ഒരു പ്രൈസാണെന്ന് തോന്നുന്നത്. അതിൻ്റെ പുറകു സൈഡിൽ ഇതേപോലെയുള്ള പാനൽ വെച്ചിട്ട് നമ്മളൊന്ന് ഇതും ഹോം ഗുഡ്സിൽ നമ്മൾ പോയി ചൂസ് ചെയ്ത് എടുത്തത്. 1-2 ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഇച്ചിരി ഒരു ലൈൻസ് വരുന്ന ടൈപ്പ് ഞാൻ എടുത്തതേ ഉള്ളൂ. ഇത് വെക്കാനൊക്കെ ഭയങ്കര എളുപ്പം. ഈ പണികളെല്ലാം നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ ഒരാളെ വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ വീട്ടിൽ നമുക്ക് ആർക്കും ഈ പണികൾ ഒന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2 പേർക്കും ഈ പണികളൊന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരാളൊക്കെ വെച്ച് ഈ ഐലൻഡൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ ക്യാബിനറ്റ് റെഡിമെയ്ഡായിട്ട് അവർ തന്നെ വീട്ടിൽ ഇതേപോലെ കൊണ്ടുവച്ച് തരും. ഹോം ഡിപ്പോക്കാർ തന്നെ നമ്മൾ ഡെലിവറി ചെയ്യണമെന്ന് ഓൺലൈനിൽ നിന്ന് മേടിച്ച്, അപ്പോൾ വീട്ടിൽ തന്നെ കൊണ്ടുവന്നു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ഡെലിവറി ചെയ്യാൻ പറഞ്ഞാൽ അവർ കൊണ്ട് ചെയ്യുമായിരിക്കും. ചെയ്തിട്ട് അടുത്ത് നമ്മളത് പിന്നെ സ്ക്രൂ ചെയ്ത് രണ്ടും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് ഈ ബാക്കിലായിട്ട് പാനലിലൊന്ന് ഇത് ചെയ്യുന്നത്. ക്യാബിനറ്റ്സുകളാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ബാക്കിൽ പാനൽസ് വെക്കുന്നതായിരിക്കും നല്ലത് ഐലൻഡിനായിട്ട് ഉപയോഗിക്കണമെങ്കിൽ. അപ്പോൾ അടുത്തൊന്ന് ഗ്ലൂ ചെയ്ത് ഒട്ടിക്കുക, അത്രയേ ഉള്ളൂ. ഭയങ്കര എളുപ്പമായിരുന്നു. എന്നാലും നമുക്കിങ്ങനെ ഫൈനൽ പ്രോഡക്റ്റ് ആകുമ്പോൾ നമ്മൾ അവരെ വെച്ചതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടമില്ല. ഒരു നല്ല റീസണബിളായിട്ടുള്ള പ്രൈസായിരുന്നു. പിന്നീട് പിന്നെ ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അപ്പോൾ നമ്മൾ ഓർത്ത് ശരി എന്തായാലും നമ്മൾ ഇത്രയും പരിപാടികൾ ചെയ്തപ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ നിന്നാണ് മേടിച്ചത്. ഇതെല്ലാം നമ്മൾ ഈ ഹോം ഗുഡ്സിൽ നിന്ന് തന്നെ മേടിച്ചത്. ഹോം ഗുഡ്സിൻ്റെ ഈ കിച്ചണിൻ്റെ മാത്രത്തിൻ്റെ ഒരു കിച്ചൺ ക്യാബിനറ്റ്സ് മാത്രം വിൽക്കുന്ന സ്ഥലമുണ്ട്. അവരുടെ അടുത്ത് തന്നെ പറയുകയാണ് നമ്മുടെ കിച്ചൺ റീമോഡൽ ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് പ്രൈസ് ഭയങ്കര കൂടുതലാണ്. അവിടെ നിന്ന് തന്നെ സാധനങ്ങൾ ഇങ്ങനെ പിക്ക് ചെയ്ത് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇത്രയും പൈസ ഇല്ല കേട്ടോ. പിന്നെ അപ്പോൾ ഇത് കുറച്ച് അക്സസറീസും കൂടെ ഒന്ന് മാറ്റിയാലാണ് കുറച്ചുകൂടി നമ്മൾ വിചാരിക്കുന്ന ഒരു ലുക്ക് വരത്തുള്ളൂ. അപ്പം നമ്മൾ ഓർത്ത് ശരി ഇതിൻ്റെ നോബിലെല്ലാം ഒന്ന് മാറ്റണം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫോസറ്റ് ഒന്ന് മാറ്റിയാൽ നന്നായിരിക്കും. കാരണം ഇത്രയും ലുക്കിൽ നമ്മൾ എത്തിച്ചിട്ട് ഫോസറ്റ് മാറ്റാതിരിക്കുന്നത് മോശമാവും. അപ്പോൾ അതുകൊണ്ട് ഫോസറ്റ് ഒന്ന് നല്ലൊരു ഫോസറ്റ് മേടിക്കാം. കാരണം ഞാൻ ഇതേപോലെ ഇവിടെ താമസിക്കാനായിട്ട് വന്നപ്പോഴും ഇതേപോലെ ഒരു ഫോസറ്റ് മേടിച്ചിട്ടാണ് കയറിയത്. പക്ഷെ അന്ന് ഞാനൊരു മണ്ടത്തരം കാണിച്ചാൽ വേണ്ട കുറഞ്ഞത് മതി എന്ന് പറഞ്ഞിട്ട് ഒരു തട്ടിക്കൂട്ട് ഒരെണ്ണം മേടിച്ചു. അത് പക്ഷേ ഇപ്പോൾ അതിന് ചെറിയൊരു ടാപ്പിന് അടയ്ക്കുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ നല്ലൊരു ഫോസറ്റ് സ്പെൻഡ് ചെയ്ത് മേടിച്ച് അത് നല്ലൊരു റേഞ്ചിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ലുക്ക് നല്ലൊരു റേഞ്ചിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഫിക്സ് ചെയ്യാൻ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ താഴേന്ന് ഈ പഴയത് ഇതേപോലെ വലിച്ചൂരിങ്ങെടുത്തു. ടാപ്പ് അടയ്ക്കണം. ടാപ്പ് അടച്ചിട്ട് മെയിനായിട്ടുള്ള ടാപ്പിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അത് അവിടെ ഒന്ന് അടച്ചിട്ട് ഇത് ഊരി ഇങ്ങനെ എടുത്തു. ഭയങ്കര എളുപ്പമായിരുന്നു. അടിയിൽ എന്തോ ചെയ്തു ഇങ്ങനെ ഊരിങ്ങെടുത്തു. എന്നിട്ട് നമ്മുടെ പുതിയതിൽ ഫിക്സ് ചെയ്തു. അത് ഭയങ്കര നല്ല എളുപ്പമുള്ള ജോലിയായിരുന്നു. എല്ലാം എളുപ്പമുള്ള ജോലിയായിരുന്നു. പിന്നെ വലിയ എന്താണ് പിന്നെ ഞാൻ പറഞ്ഞില്ലല്ലോ, എൻ്റെ അമ്മ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, ഇവിടെ 2 മാസമായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അമ്മ വന്നതിന് ശേഷമാണ് നമ്മൾ ഈ പണികളൊക്കെ തുടങ്ങിയത്.
അല്ല, അമ്മ വരുന്നതിന് മുന്നേ ചെറുതായിട്ട് പണികൾ തുടങ്ങി. പിന്നെ ഇങ്ങനെയൊക്കെ ഇപ്പോഴത് ഒരു മാസം എടുത്തു. ഇങ്ങനെ 2 ആഴ്ചത്തെ പണിയാണെന്ന് പറയുമെങ്കിലും ഇടയ്ക്ക് ചിലപ്പോൾ വരത്തില്ല. പിന്നെ നമ്മൾ സാധനങ്ങൾ ഓർഡർ ചെയ്ത് വന്നില്ല. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ, അപ്പം കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഒരു 2 വീക്സിൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അമ്മ ഒരു 2 മാസമായിട്ട് ഇവിടെ ഉണ്ട്. ഒരു 2 മാസമായിട്ടുണ്ടാവില്ല. ഞാനൊരു ഫുൾ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടിട്ട്. അപ്പോൾ അത്രയും ദിവസത്തെ ഗ്യാപ്പുണ്ട്. 2 മാസമല്ല, അതൊക്കെ മേലെ ആയെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ നാട്ടിൽ വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നില്ല വലിയ വീഡിയോകളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തത്. നാട്ടിൽ നിന്ന് തിരിച്ച് വന്നിട്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ തോന്നിയില്ല. പിന്നെ എന്തായാലും നമ്മൾ ഈ ഒരു കുറച്ചൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറേ ഷോർട്സ് വീഡിയോകളൊക്കെ ഇട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ചില നേരത്തെ തോന്നും ഇങ്ങനെ വീഡിയോ ഇടാം, ചില നേരത്തെ തോന്നും വീഡിയോ ഇടണ്ടെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോസറ്റ്. ഗോൾഡും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ള ഒരു ചെറിയൊരു തീമിലാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവസാനത്തെ ലുക്ക് ഭയങ്കര നന്നായിട്ട്, അയ്യോ വൈറ്റിലോട്ടൊക്കെ വരും. വൈറ്റ് കുറച്ച് മെയിൻറ്റെയിൻ ഒക്കെ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. പെട്ടെന്ന് ഈ കറുപ്പ് തന്നെ എന്തുമാത്രം അഴുക്കായിരുന്നു. അപ്പോൾ പിന്നെ വൈറ്റിൻ്റെ കാര്യം പറയണ്ട. എന്നിരുന്നാലും വൈറ്റിലോട്ട് ടേൺ ചെയ്തപ്പോൾ ഭയങ്കര ഒരു കുറച്ച് സാധനങ്ങളൊക്കെ ഇതിൻ്റെയൊക്കെ പുറത്ത് ഇരുന്നാൽ തന്നെയും കൗണ്ടർ ടോപ്പിൻ്റെ പുറത്ത് കുറച്ച് ക്രൗഡായിട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ നിറച്ച് വെച്ചിരുന്നാലും ഒരു ചെറിയൊരു കുറച്ചും കൂടി ഫ്രഷ് ലുക്കാണ് വൈറ്റിന്. നമ്മളങ്ങനെ അധികം ആരും നമ്മളെ നാട്ടിൽ ഇപ്പോഴൊക്കെ എല്ലാവരും വൈറ്റൊക്കെ ചൂസ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ചൂസ് ചെയ്യാത്ത കളറാണ് സത്യത്തിൽ. വൈറ്റ് ചൂസ് ചെയ്യുമ്പോൾ പേടിയാണ്, ഇത് പെട്ടെന്ന് അഴുക്കായി പോകും എന്നുള്ള ഒരു ചെറിയ പേടിയാണ്. പെട്ടെന്ന് അഴുക്കാവും, പക്ഷേ എന്നിരുന്നാലും ലുക്ക് ഗംഭീരമാണ് കേട്ടോ, ഭയങ്കരമാണ്. തുടച്ചൊക്കെ ഇട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റിയാൽ നമ്മൾ വിജയിച്ചു. പിന്നെ ഇത് ഇനി അവസാനമായി കേട്ടോ. അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. കാരണം ഇവർ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുക്കിങ്ങോ ഒന്നും നടക്കത്തില്ല. നമുക്ക് ഫുഡ് കഴിക്കാനും പോകാൻ പറ്റത്തില്ല, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇതാണ് മക്കളെ നമ്മുടെ കിച്ചൺ. അതായത് ഇനിയിപ്പോൾ അവസാനത്തെ പരിപാടിയാണ്. നമ്മുടെ ഐലൻഡിൻ്റെ ഗ്രാനൈറ്റ് എൻ്റെ ടോപ്പ് ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. അത് ഇങ്ങനെ ഫിക്സ് ചെയ്യണം. അതും എളുപ്പമുള്ള ജോലിയാണ്. ഇതേപോലെ ഗ്രാനൈറ്റ് ഓൺലൈനിൽ നിന്നൊക്കെ ആൾക്കാർ മേടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ മേടിക്കാം. ഇതിപ്പോൾ നമ്മളൊരു ഗ്രാനൈറ്റ് ഷോപ്പിൽ പോയിട്ട് അങ്ങനെ പർച്ചേസ് ചെയ്തതാണ്. അവരുടെ പേരാണ് ഈ ബാക്കിൽ എഴുതി കാണിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ കൊണ്ട് വേറെ ഒന്നുമില്ല, അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൊണ്ടിങ്ങനെ വെച്ചു. സൈഡൊന്നും അവർ ഇതേപോലെ ഗമ്മ് വെച്ച് ഒട്ടിച്ചു. ഇത്ര തന്നെ ഉള്ളൂ. ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു കിച്ചൺ കിട്ടിയതിൽ. ഭയങ്കര സന്തോഷം. അടിപൊളി ലുക്കാണ് കേട്ടോ. ഇത്ര തന്നെയാണ് സംഭവം, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് വിജയിപ്പിക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്, അതായത് ഈ വെള്ള കിച്ചൺ, ഈ വൈറ്റ് കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം? ഇപ്പോൾ കുറേ ന്യൂഡ്സ് ആയിട്ടുള്ള കളറുകൾ ഒരുപാട് വരുന്നുണ്ട്. പിന്നെ റോയൽ ബ്ലൂ ഭയങ്കര ഫേമസ് ആണ്. ന്യൂഡായിട്ടുള്ള നല്ല ലൈറ്റ് ടീൽ ഗ്രീൻ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഭയങ്കര ടീൽ ബ്ലൂ, അതൊക്കെ ഒത്തിരി ഫേമസ് ആയിട്ടുള്ള കിച്ചൺ ക്യാബിനറ്റിലൊക്കെ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പലർക്കും പല ലേഡീസിനും ആഗ്രഹം ഉണ്ടാവും കിച്ചണൊക്കെ ഒന്ന് റീമോഡൽ ചെയ്യാൻ. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം നടക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.